സാറേ, ബ്രിട്ടനിൽ ശരീഅത്ത് കോടതികൾ വർദ്ധിച്ചു വരുന്നു. അത് അവിടുത്തെ പ്രതിപക്ഷം പോലും അംഗീകരിക്കുന്നില്ല. കാരണം ഇങ്ങനെ കുടിയേറി വന്ന മുസ്ലിങ്ങൾ അവരുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്. ഇതത്ര ശരിയായ ഒരു നിലപാടാണോ? ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾ, ദ ടൈംസ്, ലണ്ടൻ ടൈംസ് എന്നൊക്കെ പറയുമല്ലോ, ടൈംസ്, ടെലഗ്രാഫ് തുടങ്ങിയ പത്രങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം കുറേ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതായത് ശരീഅത്ത് കോടതികളുടെ ആഗോള തലസ്ഥാനമായിട്ട് ബ്രിട്ടൻ മാറിയിരിക്കുന്നു എന്നൊരു ആശങ്ക. അതിൽ പല ലേഖനങ്ങൾ, മുസ്ലിങ്ങൾ എഴുതിയ ലേഖനങ്ങൾ തന്നെ, കുറച്ച് സ്വതന്ത്ര മനസ്സുള്ള മുസ്ലിങ്ങളുണ്ടല്ലോ, അവരെഴുതിയ ലേഖനങ്ങളിൽ തന്നെയൊക്കെ കാണുന്നുണ്ട്. ധാരാളം ശരീഅത്ത് കോടതികൾ ബ്രിട്ടൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. അവിടെ ഒരു നീതിന്യായ വ്യവസ്ഥ ഉണ്ടല്ലോ, അതെ, ഔദ്യോഗികമായിട്ട്. അതിന് സമാന്തരമായിട്ട് ശരീഅത്ത് കോടതികൾ മുസ്ലിങ്ങളുടെ വിവാഹമോചനം, പിന്തുടർച്ചാവകാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടുത്തെ നീതിന്യായ കോടതികളല്ല, ഈ ശരീഅത്ത് കോടതികളാണ് തീരുമാനിക്കുന്നതെന്ന് ആ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അവിടെ ഒരു ഏകീകൃത നിയമ സംവിധാനം ബ്രിട്ടനിൽ നിലനിൽക്കുന്നുണ്ട്. ഒരെണ്ണം അത് ഇംഗ്ലണ്ടിനും വെയിൽസിനും കൂടി ഒന്ന്, സ്കോട്ട്ലൻഡിലൊന്ന്, സ്കോട്ട്ലൻഡിന് വേണ്ടി, പിന്നെ നോർത്തേൺ അയർലൻഡിന് വേണ്ടി. അങ്ങനെ നിയമ സംവിധാനങ്ങളുണ്ട്. 3 തരം ലീഗൽ സിസ്റ്റം എന്ന് പറയാം. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ശരീഅത്ത് രാജ്യത്തിൻ്റെ നിയമമല്ല, പക്ഷെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ തന്നെ പകുതി രാജ്യങ്ങളെ ശരീഅത്ത് നിയമം അവരുടെ രാജ്യത്തിൻ്റെ നിയമമായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. പക്ഷെ നിർഭാഗ്യവശാൽ ബ്രിട്ടനിലെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും ഈ ശരീഅത്ത് നിയമങ്ങളുടെ പിന്നാലെയും ശരീഅത്ത് കോടതികളുടെ പിന്നാലെയും പോകുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ദ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് 1982 ഇങ്ങനെ സമാന്തരമായിട്ടൊരു ശരീഅത്ത് കോടതി ബ്രിട്ടനിൽ ഉണ്ടാകുന്നത്. 1982. ബ്രിട്ടൻ പതുക്കെ പതുക്കെ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറുകയാണെന്ന് പല റിപ്പോർട്ടുകളും വരാറുണ്ട്. 1982 ആദ്യത്തെ ശരീഅത്ത് കോടതി ഉണ്ടാകുന്നത് അവിടെ. ഇന്ന് ബ്രിട്ടനിൽ പല ഭാഗങ്ങളിലായിട്ട് 85 ശരീഅത്ത് കോടതികൾ നിലവിലുണ്ട്. കൗൺസിൽ എന്നാണ് അവർ പറയുന്നത്, ഇസ്ലാമിക കൗൺസിൽ. കോടതി എന്ന് പേരില്ല, കോർട്ട് എന്നൊന്നും പേരില്ല, കൗൺസിൽ. ഇൻഫോർമലാണ്, അനൗപചാരികം ആയിരിക്കുമല്ലോ, കാരണം ഒഫീഷ്യൽ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അല്ലേ. അനൗപചാരികം. വിവാഹം, കുടുംബജീവിതം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ 100,000 വിവാഹങ്ങൾ ഈ ശരീഅത്ത് കോടതി കൈകാര്യം ചെയ്തിട്ടുണ്ടാവുന്നതാണ് കണക്ക്. വലിയ സംഖ്യയാണത്, 100,000-ഓളം വിവാഹ കാര്യങ്ങൾ. ഈ വിവാഹങ്ങൾ അവിടെ പലതും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഇസ്ലാമിക വിവാഹങ്ങൾ. ശരീഅത്ത് കോടതികളാണ് ഇതൊക്കെ നോക്കുന്നത്. ഔദ്യോഗിക രജിസ്ട്രാർ ഓഫീസുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊന്നും വിവാഹം പലതും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവർക്ക് ഈ ബഹു ഭാര്യാത്വം, പോളിഗാമി, അത് അനുവദിക്കുന്ന തരത്തിലൊക്കെയാണ് ശരീഅത്ത് കോടതികൾ പ്രവർത്തിക്കുന്നത്. ബ്രിട്ടനിൽ അത് നിയമവിരുദ്ധമാണ്. ബഹുഭാര്യത്വം നിയമവിരുദ്ധമാണ്. പക്ഷെ ഇവരനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഒരു മുസ്ലിം ആപ്പ് ഇറക്കിയിട്ടുണ്ടെന്ന്. ആ ആപ്പിൻ്റെ പേര് മുസ്, MUZZ, മുസ് ആപ്പ് എന്നാണ്. ആ ആപ്പിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇസ്ലാമിക ജീവിതം വേണ്ടത്, എന്തൊക്കെയാണ് ആഗ്രഹിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പട്ടിക പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ആപ്പ് നോക്കിയാൽ കാണാം. ഒരു ശരീഅത്ത് കോടതി ഈ ആപ്പിന്, ഒരു ശരീഅത്ത് കോടതി ഇങ്ങനൊരു ആപ്പ് ഇറക്കാനായിട്ട് അനുവാദം കൊടുത്തതെന്ന്. നിങ്ങൾ ഇറക്കിക്കോ ശരീഅത്ത് കോടതി. അതിൽ മെനു ഉണ്ട് ഈ ആപ്പിൻ്റെ അകത്ത്. അപ്പോൾ 1 മുതൽ 4 വരെ ഭാര്യമാരെ നിങ്ങൾക്കാകാം എന്നൊക്കെ ആ മെനുവിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പോളിഗാമി, ബഹുഭാര്യത്വം ആകാം. ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുസ് ആപ്പിൽ പറയുന്നുണ്ടെന്ന്, ഈ
ഒന്നിലേറെ ഭാര്യമാരെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, അതെങ്ങനെ ആസൂത്രണം ചെയ്യാം, അങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ മുസാഫിൽ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ശരീഅത്ത് കൗൺസിൽ, അവിടെ ഈ ശരീഅത്ത് കോടതികൾ ഇപ്പോൾ 85 ഉണ്ടല്ലോ സമാന്തരമായിട്ട്. ശരീഅത്ത് കൗൺസിൽ എന്നാണ് പറയുന്നത് 85. അതിൽ ഒരു ശരീഅത്ത് കൗൺസിൽ എടുത്തൊരു തീരുമാനത്തിന് ബ്രിട്ടനിലെ ഒരു ഹൈക്കോടതി ശരിവെച്ചിരുന്നു. അപ്പോൾ അതിനൊരു നിയമസാധുത കൊടുക്കുന്ന പോലെ ആയിപ്പോയി ഹൈക്കോടതി. അങ്ങനെ സാധുത കിട്ടി ഒരു കൗൺസിലിന്റെ തീരുമാനത്തിന്. അത് വളരെ മോശമായി പോയി എന്നിപ്പോൾ പ്രതിപക്ഷമൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. ഈ ഹൈതം അൽ ഹദ്ദാദ് എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യത്തെ ഈ ശരീഅത്ത് കൗൺസിൽ അവിടെ സ്ഥാപിച്ചത്. ഹൈതം അൽ ഹദ്ദാദ് അത് ഒരു വർഷം 900 കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ കൗൺസിൽ. ഹദ്ദാദ് പറഞ്ഞിട്ടുള്ളത്, ഹൈതം അൽ ഹദ്ദാദ് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു മുസ്ലിം ഭാര്യയെ എന്തിന് തല്ലിയെന്ന് ചോദിക്കരുത്. അവർ തമ്മിൽ ഉള്ള കാര്യമാണത്, അവർ തമ്മിൽ തീരുമാനിക്കേണ്ടതും ഒക്കെയുള്ള കാര്യമാണ്. ബാക്കിയുള്ളവരെ ഇടപെടേണ്ട കാര്യമില്ല. അവരെ വെറുതെ വിടുക, ആ പ്രശ്നം അവർ തീർത്തോളും. അപ്പോൾ ഒരു മുസ്ലിം ഭാര്യയെ തല്ലിക്കഴിഞ്ഞാൽ അത് പോലീസ് സ്റ്റേഷനിൽ പോകണ്ട, കോടതിയിൽ പോകണ്ട, ശരീഅത്തോ കോടതിയൊക്കെ ഉണ്ട്, അവർ തീർത്തോളും. ഇസ്ലാമിക് ശരിയ കൗൺസിൽ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്നാണ് ഈ കൗൺസിലിൻ്റെ പേര്. ശരിയത്ത് കൗൺസിൽ ഈസ്റ്റ് ലണ്ടനിലെ ലെയ്റ്റണിലാണ് അതിൻ്റെ ഓഫീസ്. ഈ ചാരിറ്റി ഓർഗനൈസേഷനായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ധർമ്മസ്ഥാപനം എന്നുള്ള നിലയ്ക്കാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവാഹമോചനം ഈ പ്രശ്നമൊക്കെ അവിടെയാണ് തീരുമാനിക്കുന്നത്. ഈ ടൈംസ് റിപ്പോർട്ട് ഉണ്ടല്ലോ, ദ ടൈംസിൽ വന്ന റിപ്പോർട്ടിൽ ഒരു സ്ത്രീ അവരോട് സംസാരിച്ചിട്ടുണ്ട്. ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്, ഈ ശരീഅത്ത് കൗൺസിൽ ഒരിക്കലും ഈ സ്ത്രീയോട് നിക്കമുത്ത എന്ന് പറഞ്ഞ സംഭവവും ഉപദേശിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ പ്ലഷർ മാരേജ്. നമ്മുടെ ഇവിടെ അറബി കല്യാണമൊക്കെ മലബാറിൽ നടന്നിരുന്നില്ല, ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ നടക്കുന്നുണ്ട്. ഒരു അറബി വരുന്നു, കുറച്ച് ദിവസത്തേക്ക് ഒരു സ്ത്രീയെ അവിടെ കൊടുക്കുന്നു, വെച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീക്ക് ഇങ്ങോട്ട് പൈസ കൊടുക്കുന്നു ഇതിനു വേണ്ടിയിട്ട്. അതിനാണ് നിക്കമുത്ത എന്ന് പറയുന്നത്, പ്ലഷർ മാരേജ്. അതിന് വിധേയയാകാനും ഒരു ശരീഅത്ത് കോടതി ഉപദേശിച്ചു എന്നൊരു സ്ത്രീ ഈ ടൈംസ് റിപ്പോർട്ടറോട് സംസാരിച്ചിട്ടുണ്ട്. ഈ കൗൺസിൽ ബ്രിട്ടനിൽ മാത്രമല്ല, ബ്രിട്ടനിലുള്ള ഈ ശരീഅത്ത് കൗൺസിൽ ജർമ്മനിയിലും നോർത്ത് അമേരിക്കയിലുള്ള കേസുകളും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ രാജ്യാന്തര തലത്തിലായി പ്രവർത്തനം. കുറച്ച് പഴയതാണല്ലോ, 1982 തുടങ്ങിയതാണല്ലോ. അപ്പോൾ തലച്ചോറ് തകരാറായ ഒരു കുഞ്ഞിൻ്റെ മരണം ഈ ശരീഅത്ത് കൗൺസിൽ തടയുകയും ചെയ്തു എന്ന് ഒരു ദയാവധം വിധിക്കാമല്ലോ. തലച്ചോറ് തകരാറായി, കുടുംബത്തിന് താല്പര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ അങ്ങനെയൊന്നും പോകരുതെന്ന് ശരീഅത്ത് കൗൺസിൽ വിധിച്ചു. കോടതിയുടെ വിധി വേറെ. ഈ ബ്രിട്ടനിലെ ഹൈക്കോടതി ഈ ശരീഅത്ത് കൗൺസിലിൻ്റെ ഫത്വയെ ആശ്രയിച്ചത് ശരിയായില്ല എന്ന് ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും അവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ രീതികൾ ഇങ്ങനെയാണ്, നിങ്ങളുടെ ഫത്വയാണെങ്കിൽ നിങ്ങളുടെ ആചാരമാണ്, അതങ്ങനെ നടക്കട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞ പോലെയാണ് റിപ്പോർട്ട് വായിച്ചിട്ട് മനസ്സിലാകുന്നത്. അത് ശരിയായില്ല, അവിടുത്തെ നിയമമാണ് നോക്കേണ്ടിയിരുന്നത്. ഇവിടുത്തെ കോടതികളിലും പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇൻഹെറിറ്റൻസ്, പിന്നെ വിൽപത്രം, പിന്തുടർച്ചാവകാശം, വിൽപത്രം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ശരീഅത്ത് ഈ കോടതികളാണ് തീരുമാനിക്കുന്നത്. ടെലഗ്രാഫിൽ റക്കീബ് എക്സാൻ എന്ന് പറഞ്ഞൊരാൾ വളരെ വിശദമായിട്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ചു. അദ്ദേഹം ഈ സമ്പ്രദായത്തെ എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ശരീഅത്ത് കോടതികൾ ബ്രിട്ടനിൽ അനുവദിക്കാൻ പാടില്ല എന്നാണ് ദ ടൈംസിലെ ലേഖനത്തിൽ ഉള്ളത്. നമ്മളും ഇവിടെ ഈ പൗരത്വ നിയമം ഇല്ലേ, ഏക സിവിൽ കോഡ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഇതൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിരുന്ന സ്ഥലങ്ങളിലാണ് യൂറോപ്പിൽ ഇപ്പോൾ
ഇങ്ങനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം വർദ്ധിച്ചു, പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വന്നു. എന്നിട്ട് അവരൊരു ഏരിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു, എന്നിട്ട് അവർ അവരുടേതായ നിയമങ്ങൾ നടപ്പാക്കുന്നു. അപ്പോൾ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിന് ഇതിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതാക്കുക, അതായിരിക്കില്ലേ അവരുടെ ഈ നീക്കത്തിന് പിന്നിൽ? ഇപ്പോൾ ഈ AFD എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കൊക്കെ കുറേ വോട്ട് കിട്ടിയില്ലേ ജർമ്മനിയിലൊക്കെ? അതെ. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിയേറ്റം 19-ാം നൂറ്റാണ്ട് മുതൽ വലിയ തോതിൽ യൂറോപ്പിൽ നടക്കുന്നുണ്ട്. ഈ കുടിയേറി വരുന്നവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും കല്യാണം കഴിച്ച് കൊണ്ടുവരിക. അപ്പോൾ സംഖ്യ കൂടുമല്ലോ. അങ്ങനെ ഇവരുടെ സംഖ്യ കൂടി ഈ യൂറോപ്പിൻ്റെയൊക്കെ ഡെമോഗ്രഫി മാറി വരുന്നുണ്ട്. ഇവർ പിന്നെ ഈ പ്രത്യേകിച്ച് ഒക്ടോബർ 7 ഹമാസ് ആക്രമണം നടന്നില്ലേ, അതിന് ശേഷം വലിയ പ്രക്ഷോഭങ്ങൾ യൂറോപ്പിലും മുസ്ലിം പ്രക്ഷോഭങ്ങൾ നടക്കാൻ തുടങ്ങി, ഹമാസിനെ അനുകൂലിച്ചു തുടങ്ങി. ഇത് വലിയ ശല്യമായിപ്പോയി, കലാപം പോലെയൊക്കെ ആയി പല സ്ഥലത്തും. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഈ വലതുപക്ഷ തീവ്രവാദികൾക്ക് ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, ജർമ്മനി, ഡെൻമാർക്ക്, ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട പല സ്ഥലത്തുമൊക്കെ വോട്ട് ഈ വലതുപക്ഷ കക്ഷികൾക്കൊക്കെ കൂടിയത്. ഫ്രാൻസിലുമൊക്കെ കണ്ടില്ലേ അങ്ങനെ. അപ്പോൾ അങ്ങനൊരു പ്രശ്നം ഈ മുസ്ലിം അതായത് കുടിയേറ്റ വിരുദ്ധ നിയമങ്ങൾ കർശനമാക്കണം എന്നുള്ള ആവശ്യം അവിടെ ഉയരുന്നുണ്ട്. ഇനി കുടിയേറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ള ഒരു നിലപാടിലേക്കൊക്കെ അത് പറയുന്ന രാഷ്ട്രീയ കക്ഷികൾക്കാണ് ഇപ്പോൾ അവിടെ ജനം വോട്ട് ചെയ്യുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ മത കോടതികളൊക്കെ വ്യാപകമാക്കാനായിട്ട് യൂറോപ്പിലും ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞ് നിർത്തേണ്ടി വരും. യൂറോപ്പിലിപ്പോൾ ഈ ബ്രിട്ടനിലെ കോടതി അയർലൻഡിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ ജർമ്മനിയിലും ഒക്കെ അവരാണ് ഫത്വകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ ബ്രിട്ടനിൽ 85 ശരിയത്ത് കൗൺസിലുകളുണ്ട് എന്ന് പറയുന്നത് ശരിക്കും അപകടകരമാണ്, ഞെട്ടിക്കുന്നതുമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നമ്മളിടയ്ക്ക് ബ്രിട്ടനിലൊരു കുഞ്ഞുങ്ങളെ കൊന്നൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ ശരിക്കും ഈ ഭീതിതമായ വിധം ഇങ്ങനത്തെ അവിടുത്തെ അവസ്ഥകൾ മാറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെയും ഇപ്പം മാധ്യമങ്ങളും മുമ്പ് പറയാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.